ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹോം ടൂറുമായി എത്തിയിട്ടുള്ളത് തിരൂര് തലക്കടത്തൂർ ഭാഗത്തുള്ള ഒരു മനോഹരമായിട്ട് കണ്ടംപററി ഡിസൈൻ ചെയ്ത ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ്. ഷഹീദ് ഷെറി ദമ്പതികളുടെ 2112 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ ഏരിയ വരുന്നത്. വെറും 6.5 സെൻറ്റിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ പറയാതെ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ബൗണ്ടറി വാള് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു GIൻ്റെ ഒരു പില്ലർ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകിയിട്ടുണ്ട്. പിന്നെ ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റാണ് നൽകിയിട്ടുള്ളത്. ഡക്ക് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷീറ്റാണ് ഇത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് മെറ്റൽ ഷീറ്റിൽ CNC കട്ടിങ് നൽകിയതാണ്. ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെ പേജ് അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 6.5 സെൻറ്റ് അതേപോലെ തന്നെ ഒരു കയറ്റത്തിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ റോഡിനോട് മാച്ചാണ് രൂപത്തിൽ തന്നെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ സ്റ്റോണാണ് നൽകിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഒരു എലിവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കണ്ടംപററി ബോക്സ് ടൈപ്പിലാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. ഫുള്ളായിട്ട് ബോക്സ് ടൈപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമെൻറ്റ് ടെക്സ്ചർ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മെറൂൺ കളറിലുള്ള ടെക്സ്ചർ കൂടുതൽ ഭാഗത്ത് പില്ലറിലും അതേപോലെ തന്നെ അവിടെ ഒരു ബോക്സ് ടൈപ്പ് വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ നൽകിയിട്ടുണ്ട്. ബാൽക്കണീൻ്റെ ഭാഗത്ത് കൂടുതൽ വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടംപററി സ്റ്റൈലിൽ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ കാലാവസ്ഥക്ക് അനുയോജ്യമാണോ എന്ന് ചോദിച്ചാൽ അനുയോജ്യമല്ല. പക്ഷേ ഭംഗി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടംപററി ഡിസൈനാണ് ഭംഗി. അപ്പോൾ നമുക്ക് അവിടെ ഒരു GI ഫ്രെയിമും അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ടഫൻ ഗ്ലാസും നൽകിയിട്ടുണ്ട്. പിന്നെ പാരപ്പറ്റ് സ്ലാബ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടാണ് വീട് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു പോർച്ച്, ഒരു ബൈക്കിനൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള രൂപത്തിൽ ചെറിയൊരു പോർച്ച് നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകും. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ കാണുന്ന മുന്നേ നമ്മൾ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ ചോദിക്കാറുണ്ട് വീടിൻ്റെ പ്ലാൻ അയച്ചു തരുമോ എന്നുള്ളത്. അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മളെ നമ്പർ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർക്ക് മെസ്സേജ് അയച്ചാൽ മതി. പ്ലാന് നമ്മൾ വാട്സപ്പിൽ അയച്ചു തരാം. പിന്നെ അപ്പോൾ ആദ്യം ഈ വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റ് ഔട്ടിന് പുറമെ ഡൈനിങ് ഹാള്, ലിവിങ് റൂം, 2 ബെഡ്റൂം, അതിലൊന്ന് അറ്റാച്ച്ഡ്, ഒരു കോമൺ ടോയ്ലറ്റ്, പിന്നെ വലിയൊരു കിച്ചണ്, ഒരു സ്റ്റോർ റൂം, ഇതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ സിറ്റ് ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാനൈറ്റ് ആണ് ബോർഡറിലും അതേപോലെ തന്നെ സ്റ്റെപ്പിലും നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിൽ വരികയാണെന്നുണ്ടെങ്കിൽ അരണ വൈറ്റ് മാർബിളാണ് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ സൈസ് 240 160 വരുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ ഒരു ഗ്രിൽ ടൈപ്പ് ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് വുഡിലാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, അതിൽ ആ ഒരു തേക്കിൻ്റെ ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ സീലിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ട് നൽകിയിട്ട് ഒരു വുഡൻ ബോർഡർ പോലെ സെൻറ്ററിൽ നൽകിയിട്ടുണ്ട്. പിന്നെ 4 ഭാഗത്ത് ലൈറ്റ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനും ഒരുപാട് ആൾക്കാർക്ക് എങ്ങനെ കൊടുക്കും, നമ്മളെ സ്വന്തം വീടിൻ്റെ ഡിസൈൻ എങ്ങനെ കൊടുക്കും എന്നുള്ളതൊക്കെ ഒരുപാട് ആൾക്കാരുടെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ കൂടുതലും പ്ലെയിൻ ആയിട്ടാണ് ഇപ്പോൾ കണ്ടുവരാറുള്ളത്. അപ്പോൾ ഇതും പ്ലെയിനായിട്ട് സെൻട്രലായിട്ട് 2 ഡോർ എന്നുള്ള രൂപത്തിലാണ് ഇത് നൽകിയിട്ടുള്ളത്. പല ആൾക്കാരും 4 മുക്കാലും എന്നൊക്കെയുള്ള രൂപത്തിൽ നൽകാറുണ്ട്. പക്ഷേ ഇത് ഹാഫായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഒരു 30 ഇഞ്ചിൻ്റെ നല്ല ഹൈറ്റ് കൂടിയിട്ടുള്ള ബ്ലാക്ക് കളറ് ഹാൻഡിലും നൽകിയിട്ടുണ്ട്. ഫുള്ളായിട്ട് തേക്കിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിലത്തെ കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്നത് ഒരു പാസേജിലേക്കാണ്. ഈ ഒരു പാസേജിൽ ഒരു ഏകദേശം ഒരു 2 മീറ്റർ വീതിയാണ് ഈ പാസേജിന് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു റൈറ്റ് സൈഡിൽ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് പാനലിങ് നൽകിയിട്ടുണ്ട്. ഇതേപോലെ ഒരു മെറ്റൽ CNC വർക്ക് നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് കളറ് മൈക്കാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ബ്ലാക്ക്, വൈറ്റ്, അതേപോലെ തന്നെ വുഡ്. പിന്നെ ഉള്ളിൽ നിന്ന് ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ആണ് പ്രത്യേകം എടുത്ത് പറയേണ്ടത്. നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വുഡൻ ബോർഡറും സിലിണ്ടർ ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇവിടുത്തെ ആദ്യം ലിവിങ് റൂം ഒന്ന് കാണാം. ലിവിങ് റൂമിൻ്റെ സൈസ് വളരെ കുറഞ്ഞ, അതായത് പ്ലോട്ടിൻ്റെ ആകൃതി അങ്ങനെയാണ് വരുന്നത്. ഒരു കുറഞ്ഞ, മുന്നിൽ ചെറിയൊരു വീതി കുറവും ബാക്കിലേക്ക് വീതി കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു വീട് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 268 374 ഇവിടുത്തെ സൈസ്, ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത്. ഒരു L ഷേപ്പ് സോഫ നൽകിയിട്ടുണ്ട്. സോഫയ്ക്ക് ഒരു പ്രീമിയം ലുക്ക് തോന്നാൻ വേണ്ടിയിട്ടൊരു ഗോൾഡൻ ലെഗ് കൂടി വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു
വുഡൻ ടീപ്പോയി നൽകിയിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ. അതിൻ്റെ അടിയിലുള്ള റഗ്. പിന്നെ ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ടി വി വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് 2068 ഇങ്ങനെ ടി വി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആകുമെന്ന് എനിക്കൊരു ഫീൽ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വൈറ്റ് മൈക്കയിലൊരു ബ്ലാക്ക് അപ്പോക്സി പോലെ കണ്ടു കഴിഞ്ഞാൽ ഒരു ടൈലിൻ്റെ ഒരു ഫിനിഷാണ് ഇവിടെ തോന്നിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയുള്ള സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ, അതായത് നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഡിസൈനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും, നിങ്ങളെ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള നല്ല ഡിസൈനിലാണ് ഈ താഴത്തുള്ള സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ടെക്സ്ചർ പെയിൻറ്റ് ത്രൂ ഔട്ടായിട്ട് സീലിങ്ങിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ സീലിങ്ങിൽ നൽകിയിട്ടുണ്ട്. 2 ഭാഗത്ത് ജിപ്സം സീലിങ്ങും നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള കർട്ടന് കാര്യങ്ങൾ റോമൻ കർട്ടനാണ് നൽകിയിട്ടുള്ളത്. വിൻഡോ ഫുള്ളായിട്ട് പാനലിങ് നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡൈനിങ് ഹാളിനെ അതേപോലെ തന്നെ ലിവിങ് റൂമിനെ സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാർട്ടീഷൻ രൂപത്തിൽ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിലുള്ള ഒരു ഗ്ലാസ് ടൈപ്പ് മെറ്റീരിയൽ കൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു നിഷിൻ്റെ ഈ ഒരു ഉള്ളിൽ ഇവർ കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് ഫുള്ളായിട്ട് പാനലിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു ആദ്യം തന്നെ കയറുന്നത് ഒരു പാസേജും അതിൻ്റെ കൂടെ ഡൈനിങ് സ്പേസിലേക്കുമാണ്. അവിടെ നിന്നാണ് നമ്മൾ ലിവിങ് റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 6 പേർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ടേബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ മാർബിളാണ് ടേബിൾ ടോപ്പായിട്ട് വരുന്നത്. പിന്നെ ചെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിൽ തന്നെ വരുന്ന ചെയറാണ്. അതേപോലെ തന്നെ കുഷൻ ടോപ്പായിട്ട് വരുന്ന ചെയറാണ് നൽകിയിട്ടുള്ളത്. ഈ ഡൈനിങ് ടേബിളിൻ്റെ നേരെ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ലൈറ്റ് കണ്ട നല്ല ഭംഗിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു സീലിങ്ങിൻ്റെ ഡിസൈനും ഒരു അധികം മടുപ്പിക്കാത്ത രൂപത്തിൽ വളരെ സിമ്പിളായിട്ട് ലൈറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തേക്കാണ് ഇവിടുത്തെ വാഷ് ബേസിന് അതേപോലെ തന്നെ അതിൻ്റെ മിറർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. പിന്നെ നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കളർ മാറ്റ് ഫിനിഷ് വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. പില്ലർ കോക്ക് ടാപ്പ് നൽകിയിട്ടുണ്ട്. ലൂവേഴ്സ് പാനലാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ടച്ച് സ്ക്രീൻ വരുന്ന രൂപത്തിലുള്ള മിററാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ PVC വുഡിൽ മൈക്ക ലാമിനേഷനാണ് ഫുള്ളായിട്ട് നൽകിയിട്ടുള്ളത്. അതിൻ്റെ നോബ് ഒരു ഗോൾഡൻ ഫിനിഷിലാണ് നോബ് വന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ താഴായിട്ട് സ്റ്റെയറിൻ്റെ നേരെ താഴായിട്ട് ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് അവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേക്കിൽ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർ നമുക്ക് മാക്സിമം ഹാൻഡ് റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സ്റ്റെയറിൻ്റെ ആ ഒരു വിഡ്ത്ത് കുറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഭാഗത്ത് ഇതേപോലെ ഹാൻഡ് റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റെയർ എത്രയാണോ നമ്മൾ പ്ലാനിൽ കണ്ടിട്ടുള്ളത് അതേ ഒരു യൂസേജ് തന്നെ നമുക്ക് കിട്ടും ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ രൂപത്തിലാണ് സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. നമുക്ക് താഴത്ത് 2 ബെഡ്റൂം കാണാനുണ്ട്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം നമുക്ക് കാണാം. പിന്നെ കാണിക്കാൻ പോകുന്നതാണ് ഈ വീട്ടിലെ ഗസ്റ്റ് ബെഡ്റൂം. 329x341 ഇതിൻ്റെ സൈസ് വരുന്നത്. അതിൽ തന്നെ ഡോറൊക്കെ നല്ല ഭംഗിയിൽ തന്നെ പാനലിങ് വുഡൻ പാനലിങ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന വാളിലേക്കാണ് ഹെഡ് ബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ്റ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ റോമൻ ബ്ലൈൻഡ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ ഹെഡ് ബോർഡിൻ്റെ ഡിസൈൻ ഈ ഒരു രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഒരു സൈഡ് മാത്രമാണ് സൈഡ് ബോക്സ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അവിടെ വാർഡ്രോബ് വരുന്നതുകൊണ്ട് നമുക്കവിടെ സൈഡ് ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ ഭയങ്കര റിസ്ക് ആവും. പിന്നെ ഇവിടെ സ്ലൈഡിങ് ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ വുഡ് വൈറ്റ് കളർ തീമാണ് ഇതിന് വരുന്നത്. പിന്നെ സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോർണർ മാത്രം ഒരു വുഡൻ ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ജിപ്സം സീലിംഗ് നൽകിയിട്ടുണ്ട്. കോബുലൈറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. കോബുലൈറ്റ്. പിന്നെ ഒരു 6 അടിൻ്റെ കോട്ട് നൽകി സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടുത്തെ മിറർ യൂണിറ്റും അതിൻ്റെ ഒരു സ്റ്റോറേജും നൽകിയിട്ടുള്ളത്. ഈ രൂപത്തിൽ വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. 330x390 വരുന്നത്. ഇപ്പോൾ നമുക്ക് ഹെഡ് ബോർഡിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു കുഷൻ വരുന്ന രൂപത്തിലാണ് ഹെഡ് ബോർഡ് വന്നിട്ടുള്ളത്. ഈ ഒരു കുഷനോട് മാച്ച് ആയിട്ടുള്ള രൂപത്തിലാണ് ടെക്സ്ചർ പെയിൻറ്റ് വാളിൽ നൽകിയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റെക്സിൻ ടൈപ്പ് കുഷനാട്ടോ വന്നിട്ടുള്ളത്. പിന്നെ സൈഡ് ബോക്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലതും ഈ ഒരു കളറിനോട് മാച്ചാണ് രൂപത്തിലാണ് ഇതിൻ്റെ ഫേസ് വന്നിട്ടുള്ളത്. ടോപ്പ് വുഡൻ കളർ തീം നൽകിയിട്ടുണ്ട്. സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിംഗ് ആ ഒരു വുഡൻ ബോർഡർ ഈ ത്രൂ ഔട്ടായിട്ട് ഈ ഒരു ഹെഡ് ബോർഡിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത്
ജിപ്സം സീലിംഗ് നൽകിയിട്ടുണ്ട്. അതിൽ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്താണ് ഇവിടുത്തെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത്. വാർഡ്രോബിൻ്റെ കളർ തീം നോക്കുകയാണെങ്കിൽ ആ ഒരു ഹെഡ് ബോർഡിനോട് മാച്ചാണ് രൂപത്തിൽ തന്നെയാണ് ഈ ഒരു കളർ തീം നൽകിയിട്ടുള്ളത്. ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡൻ സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബിനോട് അറ്റാച്ച് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ മിറർ യൂണിറ്റ്, അതിൻ്റെ ഡ്രോവർ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. പിന്നെ കുറച്ചും കൂടി പാനലിങ് ഇതുവരെ നീട്ടിയിട്ട് അവിടെ ഒരു CCTV യൂണിറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ആയിട്ടൊരു ടോയ്ലറ്റ് കൂടി ഉണ്ട്. FRP ഡോറാണ്, ഓറിയൽ എന്നാണ് കമ്പനീൻ്റെ FRP ഡോറാണ് ഡോറായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കയറി വരുന്ന വാൾ തന്നെ ടൈലിൽ ഹൈലൈറ്റ് വാളായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു ബ്ലൂ കളർ തീമാണ് നൽകിയിട്ടുള്ളത്. അതിനോട് മാച്ചാണ് ഒരു മാറ്റ് കളറാണ് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത്. ബാക്കി ഫുള്ള് ഒരു ഗ്ലോസി കളറ് വൈറ്റ്, ഒരു ഗ്ലോസി ടൈപ്പ് വൈറ്റ് കളർ തീമാണ് ബാക്കിയുള്ള വാള് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇനി കിച്ചൺ കാണാണ്ട്, അത് നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി ഫസ്റ്റ് ഫ്ലോറാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്റ്റെയർ കയറി ഫസ്റ്റ് ലാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വെൻറ്റിലേഷനും വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് ഇതേപോലെ പർഗോള ടൈപ്പിൽ നല്ല ലെങ്ത്തുള്ള ഓപ്പണിങ് നൽകിയിട്ടുണ്ട്. അതിലൊരു മെറ്റൽ ഷീറ്റ് കൊണ്ട് CNC കട്ടിങ് നൽകിയിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ പൊടികൾ കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിക്സഡ് ഗ്ലാസും നൽകിയിട്ടുണ്ട്. നമ്മൾ സ്റ്റെയർ കയറി രണ്ടാമത്തെ ലാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ സ്കൈ വെൻറ്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സർക്കിൾ ടൈപ്പിലുള്ള 5 ഓപ്പണിങ് മുകളിൽ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ അപ്പർ ലിവിങ്ങിൻ്റെ ഭാഗത്താണുള്ളത്. ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് നൽകിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 3 കുട്ടികൾക്കൊക്കെ ഒരുമിച്ച് പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു സ്റ്റഡി ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്റ്റോറേജ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ വാളിൽ കൊടുത്തതും അതേപോലെ തന്നെ ഇവിടെ വലിയ യൂണിറ്റ് ആയിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് ഈ ഒരു കോർണറിൽ നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സീലിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിപ്സം സീലിങ്ങും അതേപോലെ തന്നെ ആ ഒരു വുഡൻ ഫിനിഷും കൊണ്ടുവന്നിട്ടുണ്ട്. താഴത്തെ നമ്മൾ ഫ്ലോറിങ്ങിൽ അരണ വൈറ്റ് മാർബിൾ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ മുകളിലും മാർബിൾ തന്നെയാണ്, പക്ഷേ അരണ വൈറ്റ് അല്ല കേട്ടോ. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ്. GI പൈപ്പിൽ ഫിക്സഡ് ഗ്ലാസ്, ടഫൻ ഗ്ലാസ് ആണ് ഹാൻഡ് റെയിലായിട്ട് നൽകിയിട്ടുള്ളത്. ഒരു ചെറിയൊരു ബാൽക്കണി. അപ്പോൾ കൂടുതൽ മഴവെള്ള കാര്യങ്ങളോ അങ്ങോട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു GI ഫ്രെയിമിൽ ഗ്ലാസും നൽകിയിട്ടുണ്ട്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രൂപത്തിലാണ് ഈ ഒരു ഏരിയ. ഇവിടെ ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ ഇവിടെയൊക്കെ ടൈല് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിൽ 2 ബെഡ്റൂമാണുള്ളത്. നമ്മൾ താഴെ ഗസ്റ്റ് ബെഡ്റൂം കണ്ടതിൻ്റെ നേരെ മുകളിലായിട്ട് വരുന്ന ബെഡ്റൂമാണ്. ഇതൊന്നും കൂടി ഒരു ലേഡീസ് കളറിലേക്ക് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട്. നല്ല ഒരു കിഡ്സ് ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയിൽ തന്നെ ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ഓക്ക് വുഡ് അതേപോലെ തന്നെ ഗ്രേ ഫിനിഷിനാണ് ഇതിൻ്റെ ഹെഡ് ബോർഡ് നൽകിയിട്ടുള്ളത്. ഇതിനോട് മാച്ചാണ് രൂപത്തിൽ തന്നെയുള്ള ടെക്സ്ചർ പെയിൻറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഓക്ക് വുഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടെ പാനലിങ് നൽകിയിട്ടുള്ളത്. പിന്നെ ഒരു ക്വീൻ സൈസ് കോട്ട് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇവിടുത്തെ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. വാർഡ്രോബ് ഫുള്ളായിട്ട് പ്ലെയിൻ ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഗ്രേ അതേപോലെ തന്നെ ഓക്ക് ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു മിറർ യൂണിറ്റ്, അതിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്പൺ സ്റ്റോറേജ് ആണ് അവിടെ വന്നിട്ടുള്ളത്. മുകളിൽ 2 അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് വന്നിട്ടുള്ളത്. ആദ്യത്തിൻ്റെ ടോയ്ലറ്റ് നോക്കാം. 220x140 സൈസിൽ വരുന്ന ഒരു ടോയ്ലറ്റാണ്. നമ്മൾ താഴെ മാസ്റ്റർ ബെഡ്റൂം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നേരെ മുകളിലായിട്ട് വരുന്ന ഒരു ബെഡ്റൂമാണ്. 330 390 സൈസ് വരുന്നത്. കിങ് സൈസ് കോട്ട്, 2 സൈഡ് ബോക്സ്. ഹെഡ് ബോർഡിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുഷൻ നൽകിയിട്ടുണ്ട്. ഒരു റെക്സിൻ ടൈപ്പ് ലെതർ ടൈപ്പ് കുഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതിനോട് മാച്ചാണ് രൂപത്തിൽ തന്നെയുള്ള ടെക്സ്ചർ പെയിൻറ്റ് വാളിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ താഴെ കണ്ട അതേ രൂപത്തിലുള്ള ആ ഒരു വുഡൻ ഡിസൈന് വാളിലേക്ക്, ഈ ഒരു ഹെഡ് വുഡിലേക്ക് വരുന്ന രൂപത്തിലാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു താഴെ കണ്ട അതേ രൂപത്തിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ സീലിങ്ങിൽ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തിലാണ് ഇതിൻ്റെ
വാർഡ്രോബ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിൽ ആ ഒരു ഗ്രേ ആൻഡ് ഗോൾഡൻ സ്ട്രിപ്പ് നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ആ ഒരു ഡ്രസ്സിങ് റൂമാണ് പ്രത്യേകം എടുത്ത് പറയേണ്ടത്. നല്ല ഭംഗിയിലുള്ള ഒരു ആർച്ച് ടൈപ്പ് മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഡ്രോവർ ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. ചാർക്കോൾ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്താണ് ഇതിൻ്റെ ടോയ്ലറ്റ് വന്നിട്ടുള്ളത്. ഈ വീട്ടിലെ കിച്ചണാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഓരോ വീട് കാണുമ്പോഴും ഓരോ വെറൈറ്റി ആയിട്ടുള്ള കിച്ചണാണ്. അവിടുത്തെ കളർ തീമായാലും അവിടുത്തെ ആ ഒരു ഇത് സെറ്റ് ചെയ്തായാലും ഓരോ രീതിയിൽ അവർക്കനുസരിച്ചാണ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ വീട്ടിൽ കൊടുത്തിട്ടുള്ള കിച്ചൺ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു കിച്ചണിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ കോമൺ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. ഡൈനിങ് ഹാളിന് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രൂപത്തിലാണ് കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത്. അപ്പോൾ കിച്ചൻ്റെ ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് വരുന്ന രൂപത്തിൽ ആണ് ഡോറ് നൽകിയിട്ടുള്ളത്. 611/310 ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത്. നല്ല വിശാലമായി കിടക്കുന്ന ഒരു കിച്ചണാണ്. ഓക്കെ, ഇനി ഇത് ഇവിടുത്തെ കബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു ഫ്രിഡ്ജ് നൽകിയിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള ടൈല് നോക്കുകയാണെങ്കിൽ ഒരു 2:10 ഹൈറ്റിൽ വൈറ്റ് കളർ തീം, അതിൽ ബ്ലാക്ക് അപ്പോക്സി വരുന്ന രൂപത്തിലാണ് ടൈല് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ ട്രോളി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 14,000 രൂപകളാണ് ഇതിൻ്റെ ഈ ഒരു ഫിറ്റിങ്സിൻ്റെ റേറ്റ് വരും കേട്ടോ. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ PVC ബോർഡിൽ PVC മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. PVC മൈക്കിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാനോ വൈറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് കട്ട്ലറി യൂണിറ്റ്, അതുപോലെ തന്നെ റാൻഡം ബോക്സ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോബ്, അതേപോലെ തന്നെ ഇലക്ട്രിക് ചിമ്മിണി നൽകിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഉള്ളിക്കൊട്ട, വിക്കർ ബാസ്ക്കറ്റ് എന്നാട്ടോ അതിനെ പറയാം. പിന്നെ നമ്മൾ ആ ഒരു മൾട്ടി ഫങ്ഷണൽ സിങ്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ഫ്രൂട്ട്സ് കഴുകാനും അതേപോലെ തന്നെ ഗ്ലാസ് കഴുകാൻ എല്ലാ രൂപത്തിലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മൾട്ടി ഫങ്ഷൻ സിങ്കാണ്. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രഷർ പമ്പ് പ്രത്യേകം കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഇവിടുത്തെ GTPT കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു മോഡേൺ കിച്ചണിൽ തന്നെ ഇവിടെ നോർമൽ അടുപ്പും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചിമ്മിണി കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് ചെറിയൊരു സ്റ്റോർ റൂം നൽകിയിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്നിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട്. അതിന് ഗ്ലാസ് ഡോറാണ് വരുന്നത്, ഗ്ലാസ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു പ്രൊഫൈൽ ലൈറ്റ് കൂടി ആയപ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഒരു 4 പേർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഗ്ലാസ് ടോപ്പ് ആയിട്ട് വരുന്ന ടേബിള് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റോറേജ്, കിച്ചൺ ആകുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോറേജ് വേണം. അതിനനുസരിച്ച് തന്നെ മുകളിലും അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും അത്യാവശ്യം നല്ല സ്റ്റോറേജിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സീലിംഗ് ജിപ്സം സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. അതിൽ പ്രൊഫൈൽ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നല്ല മനോഹരമായി ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂർ കണ്ടു കഴിഞ്ഞ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷഹീദ് സെറി ദമ്പതികളുടേതാണ് വീട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു ഫാമിലിയാണ് കൂടെ ഇരിക്കുന്നത്. മോള് പേരെന്താണ്? ഫാത്തിമ. ഓക്കെ, നിങ്ങൾ നാട്ടിൽ തന്നെയാണോ? അല്ല, ഞാൻ പുറത്താണ്. എന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്ര കൊല്ലമായി വീട് വർക്ക് തുടങ്ങിയിട്ട്? എത്ര? ഇപ്പോൾ ഒരു 2 years ആയിരുന്നു. ഓക്കെ. പിന്നെ ആരത് ചെയ്തത്? ഒരു BP അങ്ങാടിയിലെ ഓംസിൻ. ഓക്കെ, ഏതൊരു സാധാരണക്കാരനും പറ്റുന്ന ഒരു മിഡിൽ റേഞ്ചിലുള്ള ആൾക്കാർക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഡിസൈന്, അതേപോലെ തന്നെ അതിലൊതുങ്ങുന്ന രൂപത്തിലാണ് വീടിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഏത് ഭാഗം നമ്മൾ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നല്ല സിമ്പിളായിട്ട്, സീലിങ്ങൊക്കെ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. നല്ല മനോഹരമായിട്ട് തന്നെ സീലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതായാലും എല്ലാതും നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും നമ്മൾ അതായത് വീട് പണി കഴിഞ്ഞ് വന്നപ്പോൾ ഇന്നത് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഇന്നത് വേണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മളെ വ്യൂവേഴ്സിന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ?
അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം നമ്മളവരെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളെ ഐഡിയാസ് പറഞ്ഞു കൊടുത്ത് അതിലവര് അങ്ങനെ ചെയ്തതാണല്ലേ. ഓക്കെ. അപ്പൊ നാട്ടിലില്ലാത്ത ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ അതന്നെ അതന്നെ ഓപ്ഷൻ. ഒരു എഞ്ചിനീയേഴ്സിനെ അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുക അങ്ങനെ ഏറ്റവും ബെറ്റർ തന്നെ. അതെ അതെ. അപ്പൊ ആ രൂപത്തിലാണ് ഐഡിയാസ് അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവര് പിന്നെ ബിൽഡപ്പ് ചെയ്തെടുക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ ആ രൂപത്തിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഹോം ടൂർ വിശേഷങ്ങളുമായിട്ട് നമുക്കിനിയും കാണാം. അതുവരേക്കും ഓക്കെ. ബൈ.